കഴിഞ്ഞ പൂജ ഹോളിഡേയ്സിന് തിരുവനന്തപുരം ജനറൽ ആശുപത്രി പരിസരം വൃത്തിയാക്കിയതാണ് എസിൻ്റെ റീസെൻ്റ് ആക്ടിവിറ്റി. കാട് പിടിച്ചു കിടന്നിരുന്ന ആശുപത്രി പരിസരം വെട്ടി വൃത്തിയാക്കി, വാർഡുകൾ കഴുകി വൃത്തിയാക്കി, ഭക്ഷണമില്ലാത്ത രോഗികൾക്ക് ഭക്ഷണം വാങ്ങി നൽകി. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പക്ഷേ തങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ഇൻസ്പയർഡ് ആകണം എന്നതല്ലാതെ മറ്റൊരു പബ്ലിസിറ്റിയിലും ഈ ഗ്യാങ്ങിന് താല്പര്യമില്ല. ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക്സ് ആയിരിക്കും. അതായത് ക്ലീനിങ്, ജനറൽ ഹോസ്പിറ്റൽ ക്ലീനിങ്, അങ്ങനെ സോഷ്യൽ വർക്ക്സ്. അതുമല്ലാതെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷനിലാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ മിടുക്കരായും സാമ്പത്തികമായി പിന്നോട്ടുള്ള കുട്ടികളെ സഹായിക്കുക, അവർക്ക് വേണ്ട വസ്തുക്കൾ കൊടുക്കുക, പിന്നെ ഫീസ്, അതേപോലെ ഫീസ് കൊടുക്കാൻ കഴിവില്ലാത്ത കുറേ കുട്ടികളെ സഹായിക്കുക. അങ്ങനെ ചില എഡ്യൂക്കേഷൻ മോട്ടിവേറ്റ് കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടതിന് ശേഷം ഇത് മനസ്സ് കൊണ്ട് താല്പര്യമുള്ള കുറേ അധികം യൂത്ത് അല്ലെങ്കിൽ യങ് പീപ്പിൾസ് ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾക്ക് ചേരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ മെമ്പേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. താല്പര്യം ഈ ചാരിറ്റി വർക്സിനോടും അല്ലെങ്കിൽ സോഷ്യൽ വർക്സിനോടും താല്പര്യമുള്ള കുറേ യങ്ങായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പൂജ സമയത്ത് പൂജപ്പുര നമ്മളൊരു സ്റ്റോൾ ഇട്ടു, എക്സിബിഷൻ സ്റ്റോൾ. അവിടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു നമ്മൾ എക്സിബിറ്റ് ചെയ്തത്. അത് സെയിൽസിനായിരുന്നു. അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഗേൾസ് ആയിരുന്നു ആ ടീമിൻ്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ. അവരാണ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കിയതും അതിൻ്റെ സെയിൽസിന് പോലും അവരായിരുന്നു 80% സെയിൽസ് അവരാണ് നടത്തിയത്. നമ്മൾ ആ സ്റ്റോൾ സെറ്റപ്പ് ചെയ്യുകയും സാധനങ്ങൾ അവിടെ എത്തിക്കുകയും അതിനുള്ള റോ മെറ്റീരിയൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മളെ ജോലി. അത് നമ്മൾ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഗേൾസ് അവരെ പങ്ക് 100% കമ്മിറ്റഡ് ആയി തന്നെ ചെയ്തു. ഞാൻ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കോളേജിൽ ഇതിൻ്റെ മെമ്പേഴ്സായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത മെമ്പറാണ്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഫണ്ട് റൈസിന് വേണ്ടി ചെയ്തതാണ് പൂജപ്പുര സ്റ്റോൾ ഇട്ടായിരുന്നു. രണ്ടും നല്ല സക്സസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞ് വലിയൊരു ഫീലായിരുന്നു അത് ചെയ്തപ്പോൾ. ഞങ്ങൾ മെയിനായിട്ട് ഈ യൂത്തിനെ ഒരു മോട്ടിവേറ്റ് ചെയ്ത് ഈ ചാരിറ്റി വർക്ക്സിലോട്ട് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. കാരണം ഒരുപാട് പേര് ഇപ്പോൾ പല രീതിയിലും യൂത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ കുറച്ച് മനസ്സ് അവർക്ക് ഈ ചാരിറ്റിയിലോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾ മെയിനായിട്ടുള്ള ചാരിറ്റി വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെരുമാറ പോയി അവരെ കുറച്ച് കോസ്റ്റൽ ഏരിയയിലുള്ള കുറച്ച് പേരെ സഹായിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുത്തെ ഒരു ചിൽഡ്രൻസ് ഹോമിൽ, അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളിവിടെ വരാറുണ്ട്. വന്ന് സ്പെഷ്യൽ ഒക്കേഷൻസ് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവർക്ക് കുറച്ച് ടൈം പാസ്, അതേപോലെ അവർക്ക് എന്തെങ്കിലും ഒരു മിഠായി, അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വന്ന് ഇവിടെ എല്ലാവർക്കും പങ്കുവച്ച്, പിന്നെ ഒരു നേരത്തെ ഫുഡ്, അങ്ങനെ എന്തെങ്കിലും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കുറേ ഡ്രസ്സ് കൊണ്ട് കൊടുത്തിരുന്നു. അവർക്ക് വളരെ സന്തോഷമാണ് ഞങ്ങൾ വരുമ്പോൾ. കാരണം വേറെ ആരുമായിട്ടില്ല അവർക്ക് മിങ്കിൾ ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നു. ഈ പ്രോഫിറ്റ്സ് ഒക്കെ വെച്ച് നമ്മൾ ഇനി ഫ്യൂച്ചർ പ്ലാൻസിലേക്കുള്ളതാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സർവോദയ സ്റ്റുഡൻറ്റ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ആ കുട്ടിയെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് നമുക്ക് ഈ പ്രോഫിറ്റിലാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ ഫാമിലി വൈസ് ആണെങ്കിലും ഫ്രണ്ട്സ് വൈസ് ആണെങ്കിലും ഇപ്പോൾ നമ്മളെ കുറച്ച് ഓർത്ത് അഭിമാനിക്കുന്നുമുണ്ട്, നമുക്ക് സപ്പോർട്ടും തരുന്നുണ്ട്. ബിക്കോസ് ചെയ്യുന്നത് വെറുതെ പോയി പാർട്ടീസ് നടത്തുകയും അല്ലെങ്കിൽ വെറുതെ കറങ്ങാൻ പോകുന്നതിനെക്കാട്ടി ആ മണി നമുക്കുള്ള സമയത്ത് ചിലപ്പോൾ നമുക്കിനി ഫ്യൂച്ചറിൽ നമുക്കിത് പറ്റിയില്ല എന്ന് വരും. ബിസി ആകുമ്പോൾ പലരും പല വഴിക്ക് പോകും. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് ആദ്യം നമുക്ക് എഗൻസ്റ്റ് അല്ല, ലൈക്ക് സപ്പോർട്ട് ഇല്ലാതെ വന്നു. പക്ഷേ നമ്മൾ ആദ്യത്തെ 3-4 ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ അവരും സപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇത് വളർന്ന് 70 to 80 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മിറ്റിയായി മാറിയത്. ഞാൻ ഈ എസ് എന്ന് പറഞ്ഞ ഈ സൊസൈറ്റിയിലെ പുതിയൊരു മെമ്പറാണ്. ഇതിൽ വന്നേ പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ വന്ന് പങ്കെടുക്കാനും എന്താണ് ഇതെന്ന് അറിയാനും സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വളരെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് വരാൻ കാരണം എൻ്റെ ഫ്രണ്ടാണ്. അവൾ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നതും ഇതിൻ്റെ ഒരാളായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ പറ്റിയതുമൊക്കെ. അപ്പോൾ തുടർന്നും ഇത് തന്നെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു യങ്സ്റ്റേഴ്സിൻ്റെ
കുറിച്ചുള്ളൊരു എന്താണ് സാധാരണ കാഴ്ചപ്പാടിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ കുറേ പേരെ എനിക്ക് കൂട്ടുകാരായിട്ട് കിട്ടി. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഓരോ ഇവൻ്റ് കഴിയും തോറും നമ്മുടെ മെമ്പേഴ്സ് കൂടിക്കൂടി വന്നു. അത് തന്നെ നമ്മുടെ ഒരു വലിയൊരു സക്സസ് അച്ചീവ്മെൻ്റ് ആണതൊരു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സ്റ്റാൾ ഇട്ടപ്പോൾ അതും ഒരു പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു സക്സസ് ആയിരുന്നു. ഇനി ടൂർണമെൻ്റ് ആയാലും ശരി, നമ്മൾ വലിയൊരു സക്സസ് ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇതുകൊണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പണത്തിനേക്കാളും കൂടുതൽ പണം നമ്മളൊന്നും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ കിട്ടുന്നത് മനസ്സന്തോഷമാണ്. ഈ കുട്ടികളുടെ ചിരി കാണുമ്പോഴായാലും ശരി, നമുക്കതിൽ നിന്ന് കിട്ടുന്ന മനസ്സന്തോഷം പറഞ്ഞറിയിക്കാൻ ആകുന്നതല്ല. അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. അത് അറിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ.